നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ഒരുപക്ഷെ തലസ്ഥാന നഗരം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കോളിളക്കം തന്നെയാണ്. 3 പാർട്ടികളും ആര് എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷെ മൊത്തത്തിലെടുത്താൽ BJPയുടെ സാധ്യത എന്താണ്? ഒന്നാമത്തെ ചോദ്യം. 25% വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അതിൽ വിജയിക്കുമോ? കേന്ദ്രത്തിന് പറഞ്ഞിട്ട് പോയാൽ മതിയാകും. ഇവിടെ സംസ്ഥാനത്തെ പുതിയൊരു പ്രസിഡന്റാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിനറിയാം 20% വോട്ട് ഷെയർ ലഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതിനെ അതേപോലെ കൺവേർട്ട് ചെയ്യാനാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശത്തിലോ. അവിടെ ഫാക്ടേഴ്സ് വ്യത്യസ്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ഫാക്ടേഴ്സാണ് വളരെ പ്രധാനം. അവിടെ ഒരു ദേശീയ വിഷയങ്ങളോ ഒന്നുമല്ല. BJPയുടെ എക്കാലത്തെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദേശീയത, ദേശീയ വിഷയങ്ങൾ, അമിത്ഷായുടെയും മോദിയുടെയും ഒരു നേതൃത്വം, ഇതെല്ലാം തന്നെ ഒരു മുതൽക്കൂട്ടാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അത് പ്രതിഫലിക്കുകയും ചെയ്യും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, നഗരസഭാ തെരഞ്ഞെടുപ്പ്, അവിടെ ആ രൂപത്തിൽ ഇത് വർക്കൗട്ട് ചെയ്തു കൊള്ളണമെന്നില്ല. ഇതാണ് ഒന്നാമത്തെ ഒരു ഫാക്ട്. 2, BJPയുടെ ശക്തി തുല്യമായി എല്ലായിടത്തേക്കും വ്യാപിച്ചിട്ടില്ല ഇതുവരെ. BJP ഒരു പ്രബലമായ കക്ഷിയാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പിൻബലമുണ്ട്. കൂടുതൽ ജാതീയ വിഭാഗങ്ങളിലേക്കും ഫങ്ഷണൽ ഗ്രൂപ്പിലേക്കും BJP കടന്നു കയറുന്നു. അത് വാസ്തവമാണ്. പക്ഷേ പൂർണ്ണമായി കേരളത്തിൻ്റെ എല്ലായിടത്തും വിന്നബിലിറ്റി ഉള്ള ഒരു പാർട്ടി അല്ല. അതിപ്പോഴും UDFും LDFും തന്നെയാണ്. CPMനും കോൺഗ്രസിനും എല്ലായിടത്തും ചെറിയ തോതിലുള്ള വിന്നബിലിറ്റി ഉണ്ട്. BJPക്ക് അതില്ല. പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇടങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റ്സ്, തൃശ്ശൂർ കോർപ്പറേഷൻ, അവിടെ ഇപ്പോൾ നിലവിൽ 6 കോർപ്പറേറ്റ് സ്ഥാനങ്ങളേ ഉള്ളൂ, 6 വാർഡുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വലിയ തോതിൽ 24 വാർഡുകൾ LDFനും 24 വാർഡുകൾ UDFനും 6 BJPക്കും ഒരു സ്വതന്ത്രനും. ആ രീതിയിലാണ് തൃശ്ശൂർ. അവിടെ കാര്യമായ മെച്ചം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ 2 നഗരസഭകളിൽ മാത്രമാണ് BJPക്ക് ഭരണം. 1 പാലക്കാടാണ്, 2 പന്തളത്താണ്. പാലക്കാട് നഗരസഭയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്, ഗ്രൂപ്പ് പോരാട്ടങ്ങളുണ്ട്. പന്തളത്തും കാര്യങ്ങൾ അത്ര ഭദ്രമല്ല. പിന്നെ പ്രതീക്ഷിക്കാനൊക്കെ 15 പഞ്ചായത്തുകളുടെ ഭരണം BJPക്കുണ്ട്. ചില പഞ്ചായത്തുകൾ നിർണായക ശക്തിയുമാണ്. അത് മതിയാവുമോ എന്നതാണ് ചോദ്യം. ഒരു BJP അടുത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യം ആകണമെന്നാഗ്രഹിക്കുന്ന BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. രാജീവ് ചന്ദ്രശേഖരനോട് അമിത്ഷാ ശക്തമായി നിർദ്ദേശിച്ചിരിക്കുന്നത് താങ്കൾ ഇപ്പോൾ നിലവിലുള്ള 20% നിന്നും സപ്പോർട്ട് ബേസ് വോട്ട് ഷെയർ 25%-ലേക്കെങ്കിലും ശരാശരി ഉയർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള മാജിക് ഫോർമുല എന്ത് എന്നത് ഇവിടെ ആലോചിക്കേണ്ടത്. ഒരു മാജിക് ഫോർമുല വന്നു കഴിഞ്ഞു. അത് കൃത്യമായ ഒരു സംഘടനാ ജില്ലകൾ നിശ്ചയിക്കുക എന്നതാണ്. 14 ജില്ലകളാണ് കേരളത്തിൽ. അവിടെ 30 സംഘടനാ ജില്ലകളായി മാറ്റുകയും അതെല്ലാം തലപ്പത്തേക്ക് ഒരു ജില്ലയിൽ, ഒരു റവന്യൂ ജില്ലയിൽ 1-ലധികം സംഘടനാ ജില്ലകൾ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി വികേന്ദ്രീകൃതമായ രീതിയിൽ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുക, വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ BJP കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ ഉൾപ്പെടെ ആദ്യം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത് കോൺഗ്രസ് ആണ്. അതിനുശേഷം LDF, BJP പൂർണ്ണമായിട്ടില്ല ഇപ്പോഴും. അത് ഇപ്പോഴും തർക്കമെന്ന് പറയാനാവില്ല എങ്കിലും ചില കല്ലുകടികളുണ്ട്. അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കാൻ പൂർണ്ണമായി BJPക്ക് ഇപ്പോഴും കഴിയുന്നില്ല. ഈ ചില ലോക്കൽ നേതാക്കൾ, ഏരിയ നേതാക്കന്മാരൊക്കെ CPM നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ വലിയ രീതിയിൽ, വലിയൊരു തോതിൽ തന്നെ BJPയിലേക്ക് ഇപ്പോൾ അംഗത്വം എടുത്തു കഴിഞ്ഞു. ഇവരുടെയൊക്കെ ഒരു സ്വാധീനം, ഒരുപക്ഷെ ഇവരുടെയൊക്കെ വാർഡ് തല സ്വാധീനങ്ങളൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPയെ സ്വാധീനിക്കാൻ സാധ്യതയില്ലേ? ഉണ്ട്, തീർച്ചയായും. അങ്ങനെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലോക്കൽ ചിഫ്റ്റൻസ്, ലോക്കൽ ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ്, അവരുടെ എല്ലാം സാന്നിധ്യം വലിയ മുതൽക്കൂട്ടാകും. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർജിനൽ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാകൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകൾ പ്രതീക്ഷിച്ച ചിലർ, മുന്നണി സംവിധാനങ്ങളിൽ LDFിലോ UDFിലോ സീറ്റുകൾ ലഭിക്കാതെ പോയവർ, മറ്റ് ചില സംഘടനാ തർക്കങ്ങളിൽ പെട്ട് പോയവർ, അവരെല്ലാം അവർക്ക് സേഫ് പാർക്കിംഗ് ലോട്ട് ആണ് BJP എന്നോർക്കണം. പലപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ നമുക്ക് ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് LDFിലേക്കും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് BJPയിലേക്കും നല്ല നമ്പർ ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നത് നമ്മൾ കണ്ടതാണ്. ഈ പത്മജ വേണുഗോപാൽ എന്ന മുൻ മുഖ്യമന്ത്രി കരുണാകരൻ്റെ മകൾ, ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി,
ഇവരൊക്കെ വന്നു എന്ന് പറയുമ്പോൾ അബ്ദുള്ള കുട്ടി, മുൻ MP, CPM-ന്റെ സമുന്നതനായ നേതാവായിരുന്ന ചെറുപ്പക്കാരനായ അബ്ദുള്ള കുട്ടി കോൺഗ്രസിലൂടെ അവസാനം BJP-യിൽ എത്തി നിൽക്കുന്നത് കണ്ടു. അപ്പം അതുപോലെ സാമുദായിക അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് BJP നടത്തി എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് PC ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും BJP ജനപക്ഷത്ത് നിന്ന് BJP പാളയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. അനൂപ് ആന്റണി എന്ന ചെറുപ്പക്കാരൻ വളർന്നു വരുന്നു. ഈ ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തുകൊണ്ട് ക്രിസ്ത്യൻ സമുദായവുമായി ഒരു നിരപ്പിൽ പോകാം എന്ന ഒരു ചിന്ത ഉണ്ടായ സമയത്താണ് രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുക്കുന്നത്. പക്ഷെ അതിന് തൊട്ട് പിന്നാലെ നടന്ന ഛത്തീസ്ഗഡിലും ഒക്കെ നടന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് ഇവിടെ BJPക്ക് വലിയ വില, അവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ BJPക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. നോക്കൂ, ഒരു പാൻ കേരള അടിസ്ഥാനത്തിലെടുത്താൽ മധ്യ തിരുവിതാംകൂറിൽ BJPക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ പിൻബലം ഭാഗികമായി ആവശ്യമുണ്ട്. അത് ചില മേഖലകളിൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയെ നോക്കൂ. ആലപ്പുഴ ജില്ലയിൽ ഈഴവരുടെ ഒരു നല്ല പങ്ക് BJP പക്ഷത്തേക്ക് വരുന്നു. അതുകൊണ്ടുകൂടി ആയിരിക്കണമല്ലോ ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തോളം വോട്ടുകൾ നേടി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടുത്തെ ചെറിയ തോതിലെങ്കിലുള്ള ക്രൈസ്തവ സാന്നിധ്യം, അത് ചെറിയ പങ്ക് കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങൾ, ഇവിടെയൊക്കെ BJPക്ക് കടന്ന് കയറണമെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് നിർണായകമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ന്യൂനപക്ഷങ്ങളെ കാര്യമായി, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനെ കാര്യമായി പരിഗണിക്കണമെന്ന് ഏതാണ്ട് ഔപചാരികമായി തന്നെ BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിനും താഴേക്കും നിർദ്ദേശം നൽകിയതായി കാണാം. അതുകൊണ്ട് തയ്യാറെടുപ്പുകളെല്ലാം ഉണ്ട്. പക്ഷേ കണക്ക് പുസ്തകത്തിൽ കാട്ടാൻ വിജയങ്ങൾ തന്നെ വേണം. മഞ്ചേശ്വരം മേഖലയിൽ തീർച്ചയായും കെ സുരേന്ദ്രന് ജയിച്ചു വരാവുന്നൊരു സാഹചര്യം ഉണ്ടായതാണ്. 86 വോട്ടിനാണ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുൻപ് പരാജയപ്പെട്ടു, 2 പ്രാവശ്യം പരാജയപ്പെട്ടു, തുച്ഛമായ വോട്ടുകൾക്ക്. LDF UDF വോട്ടുകൾ ഒരുമിച്ച് BJPക്കെതിരെ പോൾ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ LDF-ന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ നടത്തും. ഇതാണ് ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പരിശോധിക്കേണ്ട വിഷയം. BJPക്ക് ഒരു എഡ്ജുണ്ടാകാൻ ആരെങ്കിലും UDF-ൽ നിന്നുകൊണ്ടോ LDF-ൽ നിന്നുകൊണ്ടോ ഏതെങ്കിലും നേതാക്കളോ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളോ പ്രവർത്തിക്കുന്നുണ്ടോ? ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഇവിടെ BJPയുടെ ആത്യന്തിക ലക്ഷ്യം ഭരണമൊന്നുമല്ല, മുഖ്യ പ്രതിപക്ഷമാവുക. കേരളത്തിൽ ആത്യന്തികമായി വർഷങ്ങൾക്ക് ശേഷം ഭരണത്തിലെത്താം എന്ന മോഹത്തിൽ UDF-ന്റെ അടിത്തറ അല്ലെങ്കിൽ LDF-ന്റെ അടിത്തറ, ഇതിലേതെങ്കിലും ഒരു അടിത്തറ തകർന്നെങ്കിൽ മാത്രമേ BJPക്ക് മുഖ്യ പ്രതിപക്ഷമാകാൻ കഴിയൂ. അതിനുള്ള അന്തരീക്ഷം UDF തകർക്കാനാണെങ്കിൽ LDF അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കും, LDF തകർക്കാനാണെങ്കിൽ UDF അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ. ഇത്തരത്തിൽ ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ തന്നെ കടകംപള്ളി ഇന്നിപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നതാണ്. ആനി എന്ന് പറയുന്ന ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ഒരു പരാതി കൊടുത്തിരിക്കുന്നു. കടകംപള്ളിയുടെ ഇഷ്ടപ്രകാരം കുറച്ച് ആൾക്കാരെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർണ്ണയിക്കുന്നു. ഇതൊരു പക്ഷേ പലരെയും അറിവില്ല, പരസ്പരം അറിയാത്ത കുറേ ആൾക്കാരെയാണ് ഇതുപോലെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് എന്നുള്ള. അതൊരു CJP കൂട്ടുകെട്ടാണ്. BJPക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം. ഇപ്പോൾ പൗണ്ട് കടവ്, ഈ പറയുന്ന കുഴിവിളയൊക്കെ ഒരു പക്ഷേ BJPക്ക് കുറച്ചുകൂടെ സാന്നിധ്യമുള്ള ഇതാണ്. അവിടെ CPM സ്ഥാനാർത്ഥി എനിക്കും തോന്നി വലിയ ഇതിലുള്ള ആൾക്കാരല്ല നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്നത് പോലെ ചിലയിടങ്ങളിൽ ഒരു CJP കൂട്ടുകെട്ട് ചില ആൾക്കാർ നേടിക്കൊടുക്കുന്നതാണോ? CJP കൂട്ടുകെട്ട് എന്നതൊരു കാൽപ്പനികമായ ഒരു പദപ്രയോഗം മാത്രമാണ്. പക്ഷേ അത് അടിസ്ഥാന ലെവലിൽ വർക്ക് ചെയ്യണമെങ്കിൽ CPM-ന് ഒരു കാഡർ സംവിധാനമുണ്ട്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത്ര എളുപ്പമല്ല. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ഒരു സമുന്നതനായ നേതാവ്, മുൻ മന്ത്രി, MLA, അപ്പോൾ അദ്ദേഹത്തിന് സ്വാധീനിക്കാവുന്ന മേഖലകൾ ഉണ്ടാകാം. അദ്ദേഹത്തിന് ഇഷ്ടക്കാർക്ക് സീറ്റുകൾ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ആ ഇഷ്ടക്കാർ ദുർബലരാണ്, ആ ദുർബലരായ ആളുകളെ നിർത്തുക വഴി ഇൻഡയറക്ട്ലി BJPക്ക് പ്രയോജനം ഉണ്ടാകും എന്ന ഒരു നറേറ്റീവ് പൂർണ്ണമായി ശരിയായിക്കൊള്ളണമെന്നില്ല. അത് ഒരുപക്ഷെ കോൺഗ്രസിനാകാം, UDF-നാകാം. അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ദുർബലനോ ആകുകയാണെങ്കിൽ അതിന് നേരിട്ടുള്ള പ്രയോജനം BJPക്ക് ലഭിക്കുമെന്ന് കൃത്യമായി ശാസ്ത്രീയമായി തെളിയിക്കാനാവില്ലല്ലോ. അല്ല എങ്കിൽ ഇടതുപക്ഷത്തെ വോട്ടുകൾ കൃത്യമായി വിപ്പ് അനുസരിച്ച് ശാസ്ത്രീയമായി BJPയിലേക്ക് മറിക്കാൻ കഴിയണം. ഇതുവരെ അങ്ങനെ ഒരു സൂചന കേരളത്തിൽ ഒരിടത്തു നിന്നും ലഭിച്ചിട്ടില്ല. ചില ഇടതുപക്ഷങ്ങളെ പിന്തുണച്ചിരുന്ന ചില ജാതീയ വിഭാഗങ്ങൾ, ഈഴവ കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള ചില വിഭാഗങ്ങളുടെ ഒരു ചെറിയ ശതമാനം BJPയിലേക്ക് ചേക്കേറി എന്നത് കൃത്യമായി നമുക്ക് നിരീക്ഷിക്കാം. പക്ഷേ പാർട്ടി വോട്ടുകൾ എൻ ബ്ലോക്കായി അടർന്ന് BJPയിലേക്ക് പോയ ചരിത്രം എൻ്റെ ഓർമ്മയിൽ കാണുന്നില്ല.
കോൺഗ്രസിൽ നിന്നും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഉള്ള ചില ഫാമിലിയിൽ ചില വ്യക്തികൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്. പക്ഷെ ബി ജെ പിക്ക് ഇപ്പോൾ സംഭവിച്ചിരുന്ന ഒരു വ്യതിയാനം, ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ നിന്നും മാസ് പാർട്ടി എന്ന നിലയിലേക്കുള്ള ബി ജെ പിയുടെ വളർച്ച അനിവാര്യമായ ചില ദുരന്തങ്ങൾക്കും കാരണമായി. കോൺഗ്രസിന് എന്തെല്ലാം ദൗർബല്യങ്ങളാണോ സംഘടനാ തലത്തിലും ഗ്രൂപ്പിസം തലത്തിലും ഉള്ളത്, അതേ ദൗർബല്യങ്ങൾ ബി ജെ പിക്കും സംഭവിച്ചിരിക്കുന്നു, ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഒരുപക്ഷെ അതിനൊക്കെ കുറച്ച് മാറ്റം ഉണ്ടായെങ്കിലും ഈ പറയുന്ന ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടികളൊക്കെ ബി ജെ പിയിലും ഉണ്ട്. കോൺഗ്രസിനെ പോലെ തന്നെ നേരത്തെയും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ എന്ന പറയുന്ന വ്യക്തിയുടെ ചില പിടുത്തങ്ങൾ കാരണം അത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതായിരിക്കാം. പക്ഷേ ഇപ്പോൾ പാലക്കാട് ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു അടിപിടിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. രണ്ട് വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വലിയൊരു കലാശ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സിൽ ഇത്തരത്തിലുണ്ട്, പക്ഷെ അവരത് വലിയ രീതിയിൽ ഇപ്പോൾ ഗൗനിക്കുന്നില്ല. പുറത്തു പോകേണ്ടുന്നവർക്ക് കടക്ക് പുറത്തുനിന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് എടുത്തു കഴിഞ്ഞു. കാരണം ഇനിയെങ്കിലും ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനി ഒരിക്കാലത്തും ഭരണത്തിലേക്ക് കേരളത്തിൽ കുതിക്കില്ല എന്ന് കോൺഗ്രസ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് അടിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ കുശുമ്പും കുന്നായ്മയൊക്കെ കാണിക്കുന്നവരെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ ഇത്തരത്തിലൊക്കെ കാണിക്കുന്നവരെ നിങ്ങൾക്ക് പോകാം എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് എടുത്തു കഴിഞ്ഞു. പക്ഷെ പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് കുറച്ചുകൂടി ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷേ അവിടെ എങ്ങനെയാണ് രാഹുലിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ കുറച്ചുകൂടി അവർ പ്രതീക്ഷിച്ചിരുന്നു ബി ജെ പി ആയിരിക്കും അടുത്തത് പിടിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷേ രാഹുൽ അവിടെ വലിയ രീതിയിൽ ഒരു പോരാട്ടം നടത്തുന്നു. നിലവിൽ പാലക്കാട് ബി ജെ പിക്കാർ തമ്മിൽ പരസ്പരം അടിക്കുന്നു. എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു? വളരെ രസകരമാണ്, സങ്കീർണവുമാണ്. കോൺഗ്രസിന് പലതും പറയാം. പോകാനുള്ളവർ പൊയ്ക്കോളൂ എന്ന് പറയാം. കാരണം പോകാനുള്ളവർ ഓൾറെഡി പോയി കഴിഞ്ഞു എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പി സരിൻ കോൺഗ്രസിൽ നിന്ന് പോയി ഇടതുപക്ഷത്ത് പോയി ക്ലച്ച് പിടിച്ചില്ല. അത് കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വലിയ ചന്ദ്രഹാസം ഇടക്കൽ നടന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യമായ പരിക്കില്ലാതെ അവിടെ നിൽക്കുന്നു. ആ ഒരു വിഷയം തന്നെ കാര്യമായി കോൺഗ്രസിനെ ബാധിക്കാൻ സാധ്യതയില്ല എന്ന നിലയിലാണ് സ്വതന്ത്രമായ വിലയിരുത്തലുകൾ. അപ്പോൾ പിന്നെ കോൺഗ്രസിനെ എനിക്ക് രാഹുൽ അവിടെ ഇപ്പോൾ പിണറായി എടുക്കുന്ന ഒരു തന്ത്രമാണ് അവിടെ എടുക്കുന്നതെന്ന് തോന്നുന്നു. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ വലിയ ഊർജ്ജത്തോടെ തന്നെ ചെയ്യുന്നു. ഈ പറയുന്നത് പോലെ ഹോസ്പിറ്റല്, സ്കൂളുകൾ, ഈ ഓഡിറ്റോറിയം, ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ കുറഞ്ഞ കാലയളവ് കൊണ്ട് അതായത് ഒരു 5 വർഷം കൊണ്ട് ചെയ്യേണ്ടത് തന്നെ ഈ ഒരു 5-6 മാസം കൊണ്ട് രാഹുൽ അവിടെ ചെയ്തു. ഇതൊരു വല്ലാത്ത, എനിക്കൊന്ന് പിണറായിയുടെ ഇതിങ്ങോട്ട് തന്ത്രം ബുദ്ധിയൊക്കെ ഇങ്ങോട്ട് കടമെടുത്തതായിരിക്കാം. എന്തായാലും പരിക്കുകളില്ല എന്ന് പറയുന്നത് സത്യമാണ്. വലിയ പരിക്കുകളില്ല, എന്നാൽ കുറച്ച് അധികം ആരാധകർ ഉണ്ട് താനും പാലക്കാട്. കോൺഗ്രസിന് സ്വതസിദ്ധമായ ഗ്രൂപ്പിസമുണ്ട്, പാലക്കാടുണ്ട്, ബി ജെ പിക്കുണ്ട്. അത് ഇപ്പോഴത്തെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും ഈ ശക്തനായ കൃഷ്ണകുമാറും, ശക്തനായ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറും 2 ഗ്രൂപ്പുകളായി നിന്നുകൊണ്ട് അവിടെ ഒരു ചക്കളത്തി പോരാട്ടമാണ് നടക്കുന്നത്. കാരണം ആലിംഗ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട് എന്ന് പറയുന്ന പോലെ ബി ജെ പിക്ക് ആകെയുള്ള 2 നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട്. അവിടെ അധികാരം നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയൊരു ന്യൂനതയായി രാജീവ് ചന്ദ്രശേഖരനും പാലക്കാട്ടെ നേതൃത്വത്തിനും കൃഷ്ണകുമാറിനും എല്ലാം തന്നെ അത് വലിയ ഒരു ബുദ്ധിമുട്ടായി വരും. അതിനുള്ള പല സൂചനകളും ഇപ്പോഴും കാണുന്നുണ്ട്. കാരണം അവിടെ അപ്രവചനാതീതമായ രീതിയിലാണ് പാലക്കാട് മുന്നോട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ദിശാബോധം കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ഡൈനമിസം. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സരിൻ ഉയർത്തിയ ആ ഒരു കാര്യം ഒരു നെഗറ്റീവായി വേണം അതിനെ ഇടതുപക്ഷത്തേക്ക് സരിൻ്റെ പ്രവേശനം, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സരിൻ്റെ പ്രവേശം, ഇതെല്ലാം തന്നെ വോട്ടർമാർ നെഗറ്റീവായിട്ട് തന്നെ കണ്ടു എന്നതുകൊണ്ട് കൂടിയാണ് ഇടതുപക്ഷത്തിന് ആ പരാജയം സംഭവിച്ചത്. ബി ജെ പി 3ാം സ്ഥാനത്തേക്ക് പോയതുമെല്ലാം അതുകൊണ്ടാണ്. ബി ജെ പിക്ക് ഒരു തിരിച്ചുവരവ്, അതായത് തിരിച്ച് വീണ്ടും പാലക്കാട്ടേക്ക് വരണമെങ്കിൽ ഗ്രൂപ്പിസം അവസാനിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, അവസാനിച്ചേ പറ്റൂ. രാജീവ് ചന്ദ്രശേഖരൻ്റെ പരിമിതി എവിടെയാണ് കാണുന്നത്? കാരണം അദ്ദേഹത്തെ ഗ്രൂപ്പിസത്തിന് അതീതനായ ഒരാൾ, കൃഷ്ണദാസ് പക്ഷം, മുരളീധരൻ പക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പക്ഷങ്ങളായി നിന്ന് കെ സുരേന്ദ്രൻ മുരളീധരനും ഒക്കെ മുരളീധരനും ഒരുമിച്ച് നിൽക്കുകയും കൃഷ്ണദാസ് മറ്റൊരു പക്ഷത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതീതി കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പം അതേക്കുറിച്ച് കാര്യമായി ഒന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ആർക്കും പറയാനാവില്ല. കാരണം അതിൽ ചില കല്ലുകടികൾ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരന് ആളുകളെ മനസ്സിലാക്കുന്നതിന് സമയമെടുക്കും. അദ്ദേഹം കഴിവുള്ള നേതാവാണ്, പക്വമതിയായ ആളാണ്, ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ് മോഡൽ ഒരുപക്ഷെ ഇവിടെ വർക്ക് ചെയ്യുമോ? അതും മറ്റൊരു ചോദ്യമാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന സാഹചര്യങ്ങളിൽ ഏറെക്കാലമായി ഉണ്ടായ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുള്ള ചില കുടിപ്പകകൾ,
തിരഞ്ഞെടുപ്പ് സമയത്ത് ലോക്കൽ തലത്തിൽ പൊട്ടിപ്പുറപ്പെടും. മാത്രമല്ല പാലക്കാട് ഒരു പക്ഷേ രാഹുലിന് വലിയ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. കാരണം കോൺഗ്രസ് അവന് അവിടെ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു നിലയുറപ്പിക്കാൻ കഴിഞ്ഞാൽ അത് രാഹുലിന്റെ വിജയം തന്നെയായിരിക്കും. രാഹുലിനെ അക്കോമഡേറ്റ് ചെയ്യും കോൺഗ്രസ് പാർട്ടി പരസ്യമായി. വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല എന്ന ഉന്നത നേതാവും കെ.സി. വേണുഗോപാൽ എന്ന കേന്ദ്ര നേതാവും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടാൻ തയ്യാറാവുമോ? പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? കോൺഗ്രസിന് ഇപ്പോഴും ഉന്നത നേതൃത്വത്തിന് അണികൾക്ക് പ്രിയങ്കരനെങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഒരുപക്ഷെ പ്രിയങ്കരനെങ്കിലും കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ് പരമാവധി ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ രാഹുലിന് ഒറ്റയ്ക്ക് പാലക്കാട് എന്ത് ചെയ്യാൻ സാധിക്കും? അത് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കില്ലേ മറ്റ് രണ്ട് മുന്നണികളും, NDA മുന്നണിയും ഇടതു മുന്നണിയും അത് പ്രചരണ വിഷയമാക്കില്ലേ? അതുകൊണ്ട് പാലക്കാടെ കുറിച്ച് കൃത്യമായിട്ട് പറയാനാവില്ല. പാലക്കാട് നിന്നും മാറി മറ്റിടങ്ങളിലേക്കും കൂടി പോയാൽ BJPയുടെ സാധ്യതകളാണല്ലോ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കേണ്ടത്. കോഴിക്കോട് നഗരസഭയിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു. അവിടെ ശക്തമായ ഇടത് സാന്നിധ്യമുള്ള ദീർഘമായ 4 പതിറ്റാണ്ടായി ഇടതുപക്ഷം ഭരിക്കുന്ന ഇടമാണ്. അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പരിഹരിച്ച് മുന്നോട്ട് പോകും. 49 സീറ്റിൽ കോൺഗ്രസും ബാക്കി 25ഓളം സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഒരു ഇടത്തേക്ക്. അവിടെ എങ്ങനെയാണ് CMP എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക? അതുപോലെ RMP ഉൾപ്പെടെ അതിൻ്റെ ഫ്രിഞ്ച് ഫോഴ്സായി കോഴിക്കോട് ഏറാമല ഒഞ്ചിയം മേഖലയിൽ സജീവമാണ്. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് പരിശോധിക്കണം. അതിനിടയിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. തൃശ്ശൂർ വലിയ പ്രതീക്ഷയാണ്. സുരേഷ് ഗോപിയെ തൃശ്ശൂരെ നിയമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. സുരേഷ് ഗോപിക്ക് ജയിച്ചു വന്നപ്പോൾ ഉള്ള ഒരു ഓറ ഇപ്പോഴില്ല. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും നീക്കങ്ങളും എല്ലാം തന്നെ വെറും ഒരു സിനിമാറ്റിക് സ്റ്റൈൽ മാത്രമാണ് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പലരും. തൃശ്ശൂരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? സുരേഷ് ഗോപിയോടൊപ്പം നിന്ന പല വിഭാഗങ്ങളും ഇപ്പോൾ ലോക്കൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കും? CPIക്ക് അഭിമാന പോരാട്ടമാണ്. അവരുടെ സ്ഥാനാർത്ഥി തൃശ്ശൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത് വലിയൊരു ഷോക്കാണ്. കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് തൃശ്ശൂർ പോയി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. മുരളീധരൻ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തട്ടകം മാറ്റി നിൽക്കുന്നു. അപ്പോൾ തൃശ്ശൂർ ഇങ്ങെടുക്കുമെന്ന് സുരേഷ് ഗോപി ഒരിക്കൽ കൂടി പറഞ്ഞാൽ അതിങ്ങ് പോരുമോ? അത്രയ്ക്കുള്ള വെയിറ്റേ ഉള്ളൂ? ഇതൊരു സംശയമാണ്. അതുകൊണ്ട് കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ BJPക്ക് തീർച്ചയായും നേട്ടമുണ്ടാക്കാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 34-35 സീറ്റിൽ നിന്നും ഏറെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ BJPക്കുണ്ട്. പക്ഷേ ഭരണത്തിലെത്തണമെങ്കിൽ മാജിക് നമ്പർ 51 സീറ്റുകൾ ഉണ്ടാകണം. 101 അംഗ കോർപ്പറേഷനിൽ 51 സീറ്റിലേക്ക് BJPക്ക് ഒറ്റയ്ക്കെത്തുമോ? കാര്യമായ പിൻബലമില്ല എന്ന് ഓർക്കണം. BD ജയസിന് പിൻബലമുണ്ട്, പക്ഷേ ഒരു വളരെ ജൂനിയർ പാർട്ട്ണറാണ്. അപ്പം അതൊരു വലിയ ചോദ്യമാണ്. മാത്രമല്ല മലബാർ മേഖലയിലേക്ക് മുസ്ലിങ്ങളുടെ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. അത് എത്രമാത്രം സാധ്യമാകും? ഒരിക്കലും BJPക്ക് മുസ്ലിം വോട്ടുകൾ നേടാൻ മുൻപും കഴിയില്ല, ഇപ്പോഴും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണ്. ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞാലും മുസ്ലിം വോട്ടുകളിലേക്ക് കടന്നു കയറാൻ കഴിയില്ല. ആലങ്കാരികമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാൻ ഏതാനും മുസ്ലിം സ്ഥാനാർത്ഥികളെ ചില വാർഡുകളിൽ മത്സരിപ്പിക്കാൻ കഴിയും എന്നല്ലാതെ BJPക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു കാലത്തും അത് പിന്തുണ നൽകിയിട്ടുള്ളതിൽ ഉത്തർപ്രദേശിലും ബീഹാറിലുമുള്ള ചില ഇടങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പോലും BJP ജയിച്ചു വരുന്നത് പലപ്പോഴും BJPക്ക് നേരിട്ട് ചില മുസ്ലിം സംഘടനകൾ വോട്ട് ചെയ്യുന്നു. അസദുദ്ദീൻ ഉവൈസിയെ പോലുള്ള വോട്ട് കട്ടേഴ്സ് അവിടെ BJPക്ക് അനുകൂലമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതെല്ലാം കാരണമാണ്. കേരളത്തിൽ അങ്ങനെ അല്ല. SDPI ആയിക്കട്ടെ, വെൽഫെയർ പാർട്ടി ആകട്ടെ, മറ്റ് മുസ്ലിം സംഘടനകളായിക്കൊള്ളട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, BJPയുമായി ഒരു ബന്ധവും ആഗ്രഹിക്കുന്ന കക്ഷികളല്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായും മുസ്ലിം വോട്ടുകൾ UDFും LDFുമായി വീതിച്ചെടുക്കാനാണ് സാധ്യത. അവിടെ തന്നെ മുസ്ലിം വോട്ടുകളുടെ മേൽ കൂടുതൽ ആധിപത്യം ഇക്കുറി UDFിനായിരിക്കും എന്ന നിഗമനമാണ്. അത് മുസ്ലിം ലീഗിലൂടെ അല്ല, മറിച്ച് കോൺഗ്രസിലൂടെ തന്നെ മലബാർ മേഖലയിൽ കൂടുതൽ മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് വരുമെന്ന നിഗമനത്തിലാണ്. കാരണം LDF പലപ്പോഴും മുസ്ലിം സൗഹൃദമായി എടുത്ത പല നിലപാടുകളും മുൻകാലങ്ങളിൽ അതിലെ കാപഢ്യം ഉണ്ട് എന്ന് ചില മുസ്ലിം സംഘടനകൾ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് മുസ്ലിം വോട്ടുകൾ ഇങ്ങോട്ട് ചായുന്നു എന്ന് നിരീക്ഷിക്കാനുള്ള ഒന്നാന്തരം അവസരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും ഇക്കുറിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് ജനം BJPയെ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ കാത്തിരുന്ന് കാണാം.